ഇന്ന് തുടക്കം അമ്മയിൽ നിന്നായിക്കോട്ടെ എന്ന് തന്നെ കരുതി. അമ്മ പൊങ്കാലയ്ക്ക് വേണ്ടുന്ന ശർക്കരയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇത്രയും നാൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ഫസ്റ്റ് പൊങ്കാലയാണ്. എനിക്ക് ഇതുവരെയും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനോ പങ്കെടുക്കാനോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് സപ്പോർട്ടിനായിട്ട് ആദ്യക്കുട്ടനും അനീഷണനും അമ്മ അച്ഛൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ ക്രെഡിറ്റ് കൊടുക്കുന്നത് എൻ്റെ ഗംഗയ്ക്കാണ്. ചേച്ചിയുടെ ആ ഒരു എന്താ പറയുന്നത്, ചേച്ചിയാണ് എനിക്ക് അത്രയും സപ്പോർട്ട് തന്നിട്ടുള്ളത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയും, എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് ഗംഗ. എൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസിലൊക്കെ ഉണ്ട്, എൻ്റെ ഫുഡ് പാർട്ട്ണറാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയും, ചേച്ചി എനിക്ക് ഇതുവരെയും പൊങ്കാല ഇടാനോ പൊങ്കാലയ്ക്ക് പോകാനോ പറ്റിയിട്ടില്ല. എല്ലാ തവണയും പീരീഡ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നടന്നിട്ടേ ഇല്ല. അപ്പം എന്നോട് പറഞ്ഞത്, ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കഴിഞ്ഞാൽ ദേവി ഉറപ്പായിട്ട് നടത്തി തരും. ഇത്തവണ ഹൈഫയ്ക്ക് ഉറപ്പായിട്ടും പറ്റും പൊങ്കാല ഇടാനെന്ന് പറഞ്ഞ് കുട്ടിയുടെ വാക്ക് പൊന്നായി. എനിക്കങ്ങനെ പൊങ്കാല ഇടാൻ പറ്റി. എൻ്റെ പൊങ്കാല പൊങ്ങിത്തിളച്ച് വരുന്നത് കണ്ടിട്ട് എനിക്ക് ആത്മസംതൃപ്തിയായി. അങ്ങനെ ഞാൻ പൊങ്കാല എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാ ന്യൂസിൽ നോക്കി അപ്പോഴപ്പോഴുള്ള കാര്യങ്ങളെല്ലാം എടുത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അമ്മയുടെ അടുത്ത് ചോദിച്ച്, ഇടയ്ക്ക് അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ട് പറഞ്ഞു തരണത്, ചെയ്തു തരണത്. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് കുറേ നേരം റെസ്റ്റ് എടുത്തു. ഞാൻ വന്ന കോലവും ഇപ്പോൾ ഇരിക്കുന്ന കോലവും നോക്കൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചേച്ചി ചോറ് അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം ആയതുകൊണ്ടിട്ട് അവിടെ നിന്ന് അന്നദാനം വാങ്ങിയിട്ട് വന്നു. അങ്ങനെ തളിക്കാനുള്ള സമയമായി. ന്യൂസിൽ അത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഉടൻ തന്നെ തളിക്കേണ്ടതായിട്ടുള്ളതിനാൽ ഞാൻ കുറച്ച് നേരം ന്യൂസ് ഇങ്ങനെ നോക്കി നിന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തളിയെല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്ത് പൊങ്കാലയെല്ലാം എടുത്ത് മാറ്റി അമ്മ സപ്ലൈ തുടങ്ങി. സംഭവം ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആദ്യക്കുട്ടനെ കാണാനില്ല. ആദ്യക്കുട്ടൻ്റെ അനക്കമൊന്നും ഇല്ലാണ്ട് നോക്കിയപ്പോഴാണ് അദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞാൻ കരുതി തൽക്കാലം അവിടെ കിടന്നുറങ്ങട്ടെ, ഇപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരാനായിട്ട് റെഡിയാവും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് പോയി ഫ്രഷായി വന്നതിന് ശേഷം മാത്രം അവനെ എടുത്ത് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ നേരെ പൊങ്കാലയും സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.